നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 24 പ്രഹ്ലാദ ചരിതം. സപ്തമസ്കന്ധത്തിലെ ആദ്യത്തെ ദശകമാണ്. 6 സ്കന്ധം നമ്മൾ കഴിഞ്ഞു. 7ാമത്തെ സ്കന്ധമാണ്. അചഞ്ചലമായ ഈശ്വര വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഉത്തമ ഉദാഹരണമാണ് പ്രഹ്ലാദ്. അസുര രാജാവായ ഹിരണ്യകശിപുവിന്റെയും കയാധുവിന്റെയും മകനായിരുന്ന പ്രഹ്ലാദൻ അസുരവംശത്തിൽ ജനിച്ചിട്ടും മഹാവിഷ്ണുവിന്റെ പരമഭക്തനായി മാറി എന്നതാണ് ഈ കഥയുടെ ഉള്ളടക്കം. ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും പ്രഹ്ലാദൻ അതിജീവിച്ചു. ഭഗവാനിൽ പരിപൂർണമായിട്ട് മനസ്സർപ്പിച്ചവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രഹ്ലാദൻ. നമുക്ക് 1ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 1. ഹിരണ്യാക്ഷേ പ്രോത്രി പ്രവരവപുഷാ ദേവ ഭവദാഹദേ ശോകക്രോധഗ്ലപിതധൃതിരേതസ്യ സഹജാ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമാതേനേ തവ കില വദാർത്ഥം മധുരിപോ. ഹിരണ്യാക്ഷേ പ്രോതി പ്രവരവപുഷാ ദേവ ഭവദാ ഹതേ ശോകക്രോധ ഗ്ലപിതധൃതിഃ ഏതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭഃ കശിപുഃ അമരാരാതി സദസി പ്രതിജ്ഞാമാതേനേ തവ കില വധാർത്ഥം മധുരിപോ. മധുരിപോ, ഹേ ദേവ മധുരിപോ, മധുകൈടഭന്മാരുടെ ശത്രുവായിട്ടുള്ള അലയോ ഭഗവാനെ, പ്രോതിപ്രവര വപുഷ, പ്രോതിപ്രവരൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച ഭവത അങ്ങയാൽ ഹിരണ്യാക്ഷേ ഹതേ ആ ഹിരണ്യാക്ഷനെ വധിക്കപ്പെട്ട അവസരത്തിൽ ഏതസ്യ സഹജഃ അവന്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യപ്രാരംഭഃ കശിപുഃ. പേരിന്റെ ആദ്യം ഹിരണ്യം എന്ന് പറഞ്ഞാൽ, ഹിരണ്യം എന്നാൽ സംസ്കൃതത്തില് സ്വർണം എന്നാണ് അർത്ഥം. ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ അക്ഷി നേത്രം. ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യത്തിൽ കണ്ണുള്ളവൻ, സ്വർണത്തിൽ ആസക്തിയുള്ളവൻ. അതുപോലെ തന്നെ ഹിരണ്യകശിപു, അതും ഹിരണ്യത്തിൽ ആർത്തി എന്ന് തന്നെയാണ് വരുന്നത്. കാരണം കശിപു എന്നാൽ തലയിണ എന്നാണ് അർത്ഥം. അപ്പൊ സ്വർണത്തിന്റെ മുകളിൽ കിടക്കുന്നവൻ. ഹിരണ്യം എന്ന് ആരംഭിക്കുന്ന ആ കശിപു ശോകക്രോധ ഗ്ലപിതധൃതിഃ, ശോകത്താലും ക്രോധത്താലും തന്റെ സഹോദരൻ മരിച്ചതിലുള്ള ശോകത്താലും അവനെ കൊന്നത് മഹാവിഷ്ണുവാണ്. ആ വിഷ്ണുവിനോടുള്ള അധികരിച്ച ക്രോധത്താലും അന്ധനായി തീർന്ന ഹിരണ്യകശിപു അമരാരാതി സദസി അസുരന്മാരുടെ സദസ്സിൽ വെച്ച് തവ വധാർത്ഥം അങ്ങയെ വധിക്കും എന്ന് പ്രതിജ്ഞാമാതേനേ കില പ്രതിജ്ഞ ചെയ്തു പോലും. മഹാവിഷ്ണുവിന്റെ അവതാരമായ വരാഹമൂർത്തി വധിച്ച ഹിരണ്യാക്ഷന്റെ ഇളയ സഹോദരനാണ് ഹിരണ്യകശിപു. ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ഭഗവാൻ നാരായണന്റെ വാസസ്ഥലമായിട്ടുള്ള ആ വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്നു. ഒരിക്കൽ സനകാദി മഹർഷിമാർ ഭഗവാനെ ദർശിക്കുന്നതിനായിട്ട് വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ദ്വാരപാലകന്മാരായിട്ടുള്ള ഇവർ അവരെ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല, അധിക്ഷേപിക്കുകയും ചെയ്തു. അതിൽ ക്രോധിതരായ ആ സനകാദി മഹർഷിമാർ ഇവർക്ക് ശാപം കൊടുക്കുകയാണ്. വൈകുണ്ഠം എന്നാൽ കുണ്ഠമൊഴിഞ്ഞ സ്ഥലം എന്നാണ്. അവിടെ ഈ ദേഷ്യം സംഘാതികൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. വൈകുണ്ഠത്തിന് യോജിച്ചതല്ലാത്ത പ്രവൃത്തി ചെയ്ത നിങ്ങൾ 3 ജന്മം മഹാദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരായി തീരട്ടെ എന്ന് ശാപവും കൊടുത്തു. സത്യയുഗത്തില് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിട്ട് ജന്മമെടുത്തു. ത്രേതായുഗത്തില് രാവണനും കുംഭകർണനുമായിട്ടും പിന്നെ ദ്വാപരയുഗത്തില് ശിശുപാലനും ദന്തവക്തരനുമായിട്ട് ജന്മം കൊണ്ടു. ആ ജയവിജയന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ട് ഇവിടെ പറഞ്ഞത്. അങ്ങനെ സ്വന്തം സഹോദരന്റെ വധത്തിൽ വിഷമിച്ച് വിഷ്ണുവിനോടുള്ള അധികരിച്ച ക്രോധത്താൽ അന്ധനായി തീർന്ന ആ ഹിരണ്യകശിപു ആ വിഷ്ണുവിനെ എന്തു വന്നാലും ഞാൻ വധിച്ചിരിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുപോലും എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഹിരണ്യാക്ഷേ പ്രോത്രി പ്രവരവപുഷാ ദേവ ഭവദാഹദേ ശോകക്രോധഗ്ലപിതധൃതിരേതസ്യ സഹജാ ഹിരണ്യപ്രാരംഭ കശുപുരമരാരാതി സദസി പ്രതിജ്ഞാമാതേനേ തവ കില വധാർത്ഥം മധുരിപോ. 2ാമത്തെ ശ്ലോകം. വിധാതാരം ഘോരം സഖലു തപസി ത്വാനചിരത പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗദിഹ പവന്നായകമിതം പരിക്ഷുന്ദന്നിന്ദ്രാദ് ഹരദദിവം ത്വാമഗണയൻ. വിധാതാരം ഘോരം സഹ ഖലു തപസിത്വാ നചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുരനര മൃഗാദ്യൈഃ അനിധനം വരം
വരം ലബ്ധ്വാ ദൃപ്തഃ ജഗദിഹ ഭവന്നായകം ഇദം പരിക്ഷുന്ദൻ ഇന്ദ്രാത് വരദാ ദിവം ത്വാം അഗണയൻ സഹ ഖലു. പിന്നീട് ആ ഹിരണ്യാക്ഷൻ ഘോരം തപസിത്വ അതിഘോരമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചുകൊണ്ട് നജിരതഃ ഒട്ടും താമസിയാതെ തന്നെ വിധാതാരം ആ ബ്രഹ്മാവ് പുരഹ സാക്ഷാത് കുറുവൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി. കാരണം ഹിരണ്യാക്ഷൻ ഇങ്ങനെ ഇപ്രകാരമാണ് തപസ് അനുഷ്ഠിക്കുന്നതെന്ന് ദേവകൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നും അറിയാവുന്നതുകൊണ്ട് ബ്രഹ്മാവ് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവാനായിട്ട് വൈകി. അതുകൊണ്ട് അവൻ ഘോരമായിട്ട് തന്നെ നിർബന്ധപൂർവം ബ്രഹ്മാവിന് അവിടെ എത്തിയേ മതിയാകൂ എന്നിപ്രകാരമുള്ള തരത്തിലുള്ള അഘോരമായിട്ടുള്ള തപസ്സാണ് അനുഷ്ഠിച്ചത്. അങ്ങനെ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി എന്ന് പറയുകയാണ്. അതിനുശേഷം തനിക്ക് മരണം സംഭവിക്കരുത് എന്നുള്ള വരമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ബ്രഹ്മാവ് പറഞ്ഞു അത് എനിക്കും ബാധകമാണ്, ആ ഒരു വരം ചോദിക്കരുത്, അതിന് പകരമായിട്ട് മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. തന്നെ ആർക്കും കൊല്ലുവാൻ കഴിയാത്ത രീതിയിൽ പകലോ രാത്രിയോ വധിക്കുവാൻ പാടില്ല, വീടിനകത്തു വെച്ചോ പുറത്തു വെച്ചോ എന്നെ വധിക്കുവാൻ പാടില്ല, മാത്രമല്ല ആകാശത്ത് വെച്ചോ ഭൂമിയിൽ വെച്ചോ എനിക്ക് മരണം ഉണ്ടാകരുത്, മനുഷ്യനോ മൃഗമോ എന്നെ കൊല്ലരുത്, ജീവനുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള യാതൊരുവിധ ആയുധങ്ങൾ കൊണ്ടും എനിക്ക് മരണം സംഭവിക്കരുത്. ഇപ്രകാരമുള്ള വലിയൊരു ലിസ്റ്റാണ് ബ്രഹ്മദേവന് കൊടുത്തത്. ബ്രഹ്മാവ് ആ വരം അവന് കൊടുത്തു. അതാണ് പറഞ്ഞത്. അങ്ങനെ വരം നേടിയിട്ട് മതോന്മത്തനായിക്കൊണ്ട് ധൃത്വാ ഇഹ അഹങ്കാരിയായി തീർന്ന അവൻ ത്വാം അഗണയൻ അല്ലയോ ഭഗവാനെ അങ്ങേ പോലും അവഗണിച്ചുകൊണ്ട് ഭവന്നായകം സർവചരാചരങ്ങളും സർവ്വലോകവും ഈ പ്രപഞ്ചവും വിരാട് സ്വരൂപ വർണ്ണനം നമ്മൾ കേട്ടതാണ്. സർവചരാചരങ്ങളിലും ആത്മാവായിട്ട് കുടികൊള്ളുന്ന ആ ഭഗവാന്റെ ഇതം ജഗത്ത് ഈ പ്രപഞ്ചത്തെ പരിക്ഷുന്തൻ പല പ്രകാരത്തിലും ഉപദ്രവിക്കുവാൻ തുടങ്ങി. അങ്ങനെ സകലരെയും അവൻ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഭഗവാനെ ആരാധിക്കുന്നത് പോലും അവൻ തടഞ്ഞു. ഹിരണ്യകശുപായ നമ എന്ന് വേണം പറയാൻ. നാരായണനെ ഭജിക്കുവാൻ പാടില്ല, അത് ഹിരണ്യകശുപായ നമ എന്ന് വേണം പറയാൻ എന്നിപ്രകാരമുള്ള ആ ഏകാധിപത്യത്തോടെ അങ്ങനെ ആർത്ത് വിളിച്ച് അഹങ്കാരിയായിട്ട് നടന്നു. മാത്രമല്ല ഇന്ദ്രാത് ആ ഇന്ദ്രനിൽ നിന്നും ദിവം ഹരത ആ സ്വർഗത്തെയും അപഹരിച്ചു. അതിനുശേഷം അത്യുഗ്രമായ തപസ്സു ചെയ്ത് അവൻ ബ്രഹ്മാവിനെ തന്റെ മുമ്പിൽ പ്രത്യക്ഷനാക്കിയിട്ട് ദേവനാലും മനുഷ്യനാലും മൃഗത്തിനാലും യാതൊരു വിധത്തിലും താൻ കൊല്ലപ്പെടാതിരിക്കുവാനുള്ള ആ ഒരു വരം വാങ്ങി. അങ്ങനെ ഗർവിഷ്ഠനായ അവൻ അങ്ങാകുന്ന അധിപതിയോടുകൂടിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ പല പ്രകാരത്തിൽ ഉപദ്രവിച്ചിട്ട് അല്ലയോ ഭഗവാനെ അവിടുത്തെ തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ദ്രനിൽ നിന്നും ആ സ്വർഗത്തെ അപഹരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. വിധാധാരം ഘോരം സഖലു തപസി ത്വാനചിരത പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗദിഹ ഭവന്നായകമിദം പരീക്ഷുന്ദൻ ഇന്ദ്രാത് ഹരത ദിവം ത്വാമഗണയൻ. ശ്ലോകം 3. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപോർ ബഹിർദൃഷ്ടേരന്തർദധിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ പ്രിയായാദം മത്വാ സഖലു ജിതകാശീ നിവവൃതേ. നിഹന്തും ത്വാം ഭൂയഃ തവ പദം അവാപ്തസ്യ ച രിപോഃ ബഹിഃ ദൃഷ്ടേഃ അന്തർദധിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദൻ ഉച്ചൈഃ തത്ര അപി അഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയാ യാദം മത്വാ സഹ ഖലു ജിതകാശി നിവവൃതേ. ഭൂയഃ പിന്നീട് ത്വാം നിഹന്തും അങ്ങേ വധിക്കുവാനായിട്ട് തവ പദം അവാപ്തസ്യ അങ്ങയുടെ വാസസ്ഥലമായ ആ വൈകുണ്ഠത്തിൽ എത്തിയിട്ട് അല്ലയോ ഭഗവാനെ രിപോഹോ ആ ശത്രുവായിട്ടുള്ള അവന്റെ ഹൃദയത്തിൽ സൂക്ഷ്മവപുഷ സൂക്ഷ്മരൂപിയായിട്ട് സ്ഥിതി ചെയ്യുന്ന അങ്ങയെ സകല ചരാചരങ്ങളിലും ഭഗവാനാണ്. ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് സാധിക്കത്തില്ല. അകമഴിഞ്ഞ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ ദർശിക്കുവാനുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അവന്റെ ഹൃദയത്തിനുള്ളിൽ സൂക്ഷ്മരൂപിയായിരിക്കുന്ന ആ ഭഗവാനെ അവൻ തിരയുകയാണ്. എല്ലായിടവും അവൻ തിരയുകയാണ്. ബഹിഹി ദൃഷ്ടേഹേ ആ ബാഹ്യ നേത്രങ്ങൾ കൊണ്ടവൻ
അന്തർദതിത അവന്റെ ഉള്ളിലുള്ള അങ്ങയെ കണ്ടെത്തുവാനായിട്ട് ആകാതെ സഹ ഖലു ആ ഹിരണ്യകശിപു ഭിയായാതം ഭഗവാനെ അവിടെ കാണുവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഭയന്നോടിപ്പോയി, എന്നെ ഭയന്നിട്ട് ആ വിഷ്ണു ഓടിപ്പോയി. ഇതിമത്വ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചൈഹി നഥൻ ഘോരമായിട്ട് ഗർജിച്ചുകൊണ്ട് തത്ര അപി ആ വൈകുണ്ഠത്തിലും അഖില ഭുവനാന്തേ ലോകമായ ലോകത്തെല്ലാം 14 ലോകത്തിലും ചമൃഗേയൻ അവൻ അന്വേഷിച്ചു നടന്നു, എവിടെയും കാണാതെ ജിതകാശി ഓ ഞാൻ ജയിച്ചിരിക്കുന്നു, എന്നെ ഭയന്ന് അവൻ ഓടി ഒളിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാനാണ് വിജയ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അങ്ങ് തീരുമാനിച്ചു, അവൻ ജയിച്ചു, ഭഗവാൻ ഒളിച്ചിരിക്കുകയാണ് എന്ന്. നിവവൃതേ സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. ഭഗവാനെ വധിക്കുവാനായിട്ട് എല്ലായിടത്തും ചുറ്റിക്കറങ്ങിയ അവസാനം ആ വൈകുണ്ഠത്തിലും എത്തി. അവിടെയും ഇല്ല എന്ന് കണ്ട് എന്നെ കണ്ട് ഭയന്നിട്ട് ആ വിഷ്ണു ഒളിച്ചു പോയിരിക്കുന്നു, ഓടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് വിജയിയെ പോലെ അവൻ തിരിച്ചുപോയി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപൂർ ബഹിർദൃഷ്ടേരന്തർദതിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയായാദം മത്വാ സഖലു ജിതകാശേ നിവവൃതേ. ശ്ലോകം 4. തതോസ്യ പ്രഹ്ലാദ സമജനിസുതോ ഗർഭവസതൗ മുനേർവീണാപാണേരധിഗത ഭവദ്ഭക്തിമഹിമ സ വൈ ജാത്യാ ദൈത്യാ ശിശുരഭി സമേത്യ ത്വയിരതിം ഗതസ്ത്വത്ഭക്താനാം വരദ പരമോദാഹരണതാം. തതഃ അസ്യ പ്രഹ്ലാദഃ സമജനി സുതഃ ഗർഭവസതൗ മുനേഃ വീണാപാണേഃ അധിഗത ഭവദ്ഭക്തിമഹിമ സഹ വൈ ജാത്യാ ദൈത്യഃ ശിശുഃ അപി സമേത്യ ത്വയിരതിം ഗതഃ ത്വത്ഭക്താനാം വരദ പരമോദാഹരണതാം. ഹേ വരദ, അല്ലയോ വരദായകനായ പ്രഭു, തതഃ അനന്തരം അസ്യ ഗർഭവസതൗ ഹിരണ്യകശിപുവിന്റെ ഭാര്യയായ കയാതു ഗർഭിണിയായിരുന്നു. അങ്ങനെ അവളുടെ വയറ്റിൽ വെച്ച് തന്നെ വീണാപാണേഹേ മുനേഹേ വീണാപാണിയായിട്ടുള്ള ആ മുനി ശ്രീ നാരദ മഹർഷിയിൽ നിന്നും അധിഗത ഭവദ്ഭക്തി മഹിമ ഭഗവാന്റെ ആ ഭക്തി മാഹാത്മ്യത്തെ കുറിച്ച് ഗ്രഹിച്ച പ്രഹ്ലാദഃ സുതഃ ആ പ്രഹ്ലാദൻ എന്ന പുത്രൻ മകനായി പിറന്നു. ഹിരണ്യകശിപു തപസ്സനായി മന്ദരപർവ്വതത്തിൽ പോയ ആ സമയത്താണ് സുരാസുര യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ദേവന്മാർ തോറ്റ് ഓടിപ്പോയി. ആ പോകുന്ന വഴിക്കാണ് ഗർഭിണിയായ കയാധുവിനെ കാണുന്നത്. അസുരന്മാരോട് പ്രതികാരം ചെയ്യുവാനായിട്ട് ഇന്ദ്രൻ ആ കയാധുവിനെ ബലാത്കാരമായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ശ്രീ നാരദ മഹർഷി അവിടെ എത്തി കയാധുവിനെ മോചിപ്പിച്ച് തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് നാരദൻ നിരന്തരം ഗർഭിണിയായിരിക്കുന്ന കയാധുവിനോട് നാരദ മഹർഷി ആ ആത്മജ്ഞാന തത്വത്തെക്കുറിച്ചും വേദതത്വങ്ങളെയും ധർമ്മനീതികളെയും ഒക്കെ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ഈ ഈശ്വരനാമങ്ങൾ പ്രഹ്ലാദൻ കേൾക്കുകയും അത് അവന്റെ മനസ്സിൽ പതിഞ്ഞ് ഭക്തിയായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തു. ആ നാരദ മഹർഷിയിൽ നിന്ന് ഭഗവാന്റെ ആ ഭക്തി മഹത്വത്തെ കുറിച്ച് ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഗ്രഹിച്ചിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് കയാതു പ്രസവിച്ചു. പ്രഹ്ലാദൻ എന്ന ഒരു പുത്രൻ ഉണ്ടായി. സഹ വൈ അവനാകട്ടെ ജാത്യാദൈത്യ ജന്മം കൊണ്ട് ദൈത്യനാണ്, അസുരനാണ്. എന്നാൽ ശിശുകു അഭി പ്രായം കൊണ്ട് ശിശുവുമാണ്. എങ്കിലും ത്വയിരതിം സമേത്യ അങ്ങയിലുള്ള ആ പ്രേമാത്മകമായിട്ടുള്ള ഭക്തിയെ പ്രാപിച്ചിട്ട് ത്വത്ഭക്താനാം ഭഗവാന്റെ ഭക്തന്മാരിൽ വെച്ച് പരമോദാഹരണതാം ഉത്തമ ദൃഷ്ടാന്തമായി ഗതഹ ഭവിച്ചു. അങ്ങനെ ഹിരണ്യകശിപു തപസ്സിനായിട്ട് മന്ദരപർവ്വതത്തിൽ പോയിരിക്കുമ്പോൾ ആ അവസരത്തിൽ ദേവകൾ യുദ്ധം ചെയ്ത അസുരന്മാരോട് തോറ്റ് ഓടിപ്പോയി. ആ പോകുന്ന വഴിയിൽ വെച്ച് ഹിരണ്യകശിപുവിന്റെ ഭാര്യയായ കയാധു അന്ന് ഗർഭിണിയായിരുന്നു. ആ ദേവന്മാർ കയാധുവിനെ ബലാത്കാരമായി ദേവലോകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. ആ സമയത്ത് നാരദ മഹർഷി അവിടെ എത്തിപ്പെട്ട് കയാധുവിനെ മോചിപ്പിച്ച് തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഗർഭസ്ഥ ശിശുവിനെന്ന പോലക്ക് കയാധുവിനോട് ഈ ഭക്തി മാഹാത്മ്യത്തെക്കുറിച്ചും ആത്മതത്വത്തെക്കുറിച്ചും ആ ധർമ്മനീതികളെ കുറിച്ചുമെല്ലാം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ഹിരണ്യകശിപു വന്നപ്പോൾ കയാധു ഭർത്താവിന്റെ അടുക്കൽ എത്തുകയും അധികം താമസിക്കാതെ തന്നെ പ്രസവിക്കുകയും ചെയ്തു. ആ ശിശുവാണ് പ്രഹ്ലാദൻ. അവനാകട്ടെ പ്രായം കൊണ്ട്
ശിശു ആണെങ്കിലും ജന്മം കൊണ്ട് അസുരനാണെങ്കിലും ഭഗവാനിലുള്ള പ്രേമാത്മകമായ ഭക്തിയെ പ്രാപിച്ചിട്ട് അവൻ ഭഗവാന്റെ ഭക്തോത്തമന്മാരുടെ ഉത്തമ ദൃഷ്ടാന്തമായി ഭവിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തതോസ്യ പ്രഹ്ലാദ സമജനിസുതോ ഗർഭവസതൗ മുനേർവീണാപാണേരധിഗത ഭവദ്ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യാ ശിശുരഭി സമേത്യ ത്വയിരിതിം ഗതസ്ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. ഇനി അടുത്തത് ശ്ലോകം 5. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസാവിധമിതമഭദ്രായ ദൃഢമിത്യാപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃതേ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സഹ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിഃ അശിശിക്ഷത് ചിരം അമും ഗുരുപ്രോക്തം ച അസൗ ഇദം അഭദ്രായ ദൃഢം ഇതി അപാകുർവൻ സർവം തവ ചരണഭക്ത്യാ ഏവ വവൃതേ. ദുഷ്ടാത്മാ സഹ, അത്രയും ദുഷ്ടാത്മാവായിട്ടുള്ള ഹിരണ്യകശിപു സുരാരീണാം ഹാസ്യം, അസുരന്മാരെ പരിഹസിച്ചുകൊണ്ടും തവ ചരണദാസ്യം, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലുള്ള ആ ദാസ്യഭാവത്തോടെയുള്ള നിജസുതേ ദൃഷ്ടുവ, സ്വന്തം പുത്രനെ കണ്ടിട്ട് അമും അവനെ ചിരം വളരെ കാലം ഗുരുഭിഹി അശിശിക്ഷത്, ഗുരുകുലത്തിലേക്ക് വിട്ട് ഇവനെ നേരെ വഴിക്ക് പഠിപ്പിച്ച് ഇറക്കണം. നമ്മളെയൊക്കെ വളരെ നിന്ദിക്കുകയാണ്, വിഷ്ണുവിനെ സേവിക്കുകയും ചെയ്യുകയാണ്, ദാസനെ പോലെ പറഞ്ഞു തിരുത്തി അവനെ നേർവഴിക്ക് നയിക്കാനായിട്ട് ഗുരുകുലത്തിലേക്ക് അയച്ചു. അസ്വഊച്ച, ആ പ്രഹ്ലാദനാകട്ടെ ഗുരുപ്രോക്തം സർവം, ഈ ഗുരുക്കൾ പഠിപ്പിക്കുന്നവയെല്ലാം തന്നെ ഇതം അഭദ്രായ ദൃഢം, ഇതൊന്നും ശരിയല്ല, തെറ്റാണ് ഇവര് പഠിപ്പിക്കുന്നത്, ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. ഇതം അഭദ്രായ ദൃഢം, ഇതെല്ലാം തെറ്റാണ്, അവയെല്ലാം ശ്രേയസിന് ഹാനികരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതി അപാകുർവൻ, അവൻ ആ വിദ്യകളെയെല്ലാം, ആ ഗുരുക്കന്മാരുടെ വാക്കുകളെ ഒന്നും അനുസരിക്കാതെ തവ ഏവ ചരണഭക്തിയ, അങ്ങയിലുള്ള ആ ഭക്തിയെ തന്നെ ക്രമമായി വവൃതേ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മഹാദുഷ്ടനായ ഹിരണ്യകശിപു തന്റെ പുത്രന്റെ പെരുമാറ്റങ്ങളെല്ലാം കണ്ടിട്ട് അത് അവന്റെ ദുർവാസനയായി കണ്ട് അസുരന്മാരെ പരിഹസിച്ചുകൊണ്ടും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അത്രയും ദാസ്യഭാവത്തോടെയും കഴിയുന്ന തന്റെ പുത്രനെ കണ്ടിട്ട് അവനെ നേർവഴി ഉപദേശിച്ചു കൊടുക്കുവാനായിട്ട് അസുര ഗുരുക്കന്മാരുടെ അടുത്തേക്ക് അയച്ചു. അവിടെ പോയി നല്ലത് പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഈ അസുരന്മാർ പഠിപ്പിക്കുന്നതെല്ലാം ലൗകിക ജീവിതത്തെ കുറിച്ചാണ്. അവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരവൃന്ദങ്ങളിലുള്ള ഭക്തി ക്രമമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസാവിധമിതമഭദ്രായ ദൃഢമിത്യാപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃതേ. ശ്ലോകം 6. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ഠേധ തനയേ ഭവദ്ഭക്തിം വര്യാമഭിഗദതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുത ഭവത്പാദശരണേ. അധീതേഷു ശ്രേഷ്ഠം കിം ഇതി പരിപൃഷ്ടേ അഥ തനയേ ഭവദ്ഭക്തിം വര്യാമഭിഗദതി പര്യാകുലധൃതിഃ ഗുരുഭ്യഃ രോഷിത്വാ സഹജമതിഃ അസ്യ ഇതി അഭിവിദൻ വധോപായാൻ അസ്മിൻ വ്യതനുത ഭവത്പാദ ശരണേ. അതീതേഷു ശ്രേഷ്ഠം കിം, അങ്ങനെ ഗുരുവിന്റെ അടുത്ത് പഠിപ്പിക്കുവാനായിട്ട് വിട്ടു, നല്ലത് പഠിപ്പിക്കാൻ വിട്ടതാണ്. കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ആ മകനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് കുഞ്ഞിനോട് ചോദിക്കുകയാണ്, ഇത്രയും നാൾ നീ പഠിക്കുവാനായിട്ട് പോയി, ആ പഠിച്ചതിൽ എന്താണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇതി പരിപൃഷ്ടേ എന്ന് ചോദിച്ചതിന് തനയേ,
ആ മകൻ പ്രഹ്ലാദൻ ഭവത് ഭക്തിം വരിയാമിതി അഭിഗതതി, ആ ഭഗവാനിലുള്ള ഭക്തി ഒന്നു മാത്രമാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് മറുപടി പറഞ്ഞു. അഥാ അപ്പോൾ ഹിരണ്യകശിപു പര്യാകുലധൃതിഹി, വളരെ കോപിഷ്ഠനായിട്ട് പരിഭ്രമിച്ച്, ഇവൻ ഇതെന്താണ് പറയുന്നത്, അവൻ നേരെ ആയില്ലേ ഇത്രയും നാൾ പഠിപ്പിക്കാൻ വിട്ടിട്ട്, ഇവരെന്താ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആകെ പരവശനായി പോയി ഹിരണ്യകശിപു. ഇത്രയും നാൾ ഇവനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നല്ലത് ഉപദേശിക്കുവാനായിട്ടാണ് ഗുരുകുലത്തിൽ വിട്ടത്. എന്നിട്ട് അവൻ വീണ്ടും വന്ന് പറയുന്നത് നോക്കിയേ, അത് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് ആകെ പരിഭ്രമിച്ചു പോയി. ഇനി എന്താണ് ചെയ്യേണ്ടത് ഇവനെ? ഇവരിതാണോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെ ക്രോധത്തോടെ ഗുരുഭ്യോ രോഷിത്വ, ഗുരുക്കന്മാരോട് അത്യന്തം കോപിച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ ഇതാണോ നിങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അസ്യ സഹജമതിഹി, ഇത് ഞങ്ങളാരും പഠിപ്പിച്ചതല്ല, ദേവന്റെ സ്വതസിദ്ധമായിട്ടുള്ള ബുദ്ധിയാണ്, ഞങ്ങൾ പഠിപ്പിച്ചതല്ല. ഇതിൽ നിന്നും അവനെ വ്യതിചലിപ്പിക്കുവാൻ ആരാലും സാധ്യമല്ല എന്ന് പറഞ്ഞു. ഇത്രയും കാലം കൊണ്ട് അവൻ വീണ്ടും ഇത് തന്നെ പറയുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇവനെ തിരുത്തുവാൻ ആർക്കും കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ വധിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതി അഭിവിദൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവത് പാദശരണേ, ഭഗവത് പാദാരവിന്ദങ്ങളെ സർവാത്മനാ ശരണമായിട്ട് കരുതുന്ന അസ്മിൻ, അവനെ വധോപായാൻ വ്യതനുത, വധിക്കുവാനുള്ള മാർഗങ്ങൾ ആലോചിച്ചു. അങ്ങനെ പ്രഹ്ലാദനെ ഗുരുകുലത്തിൽ അയച്ച് അവന്റെ ആ ദുശീലങ്ങളെല്ലാം ഒഴിച്ചു മാറ്റി അവനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഗുരുക്കന്മാരെ ഏൽപ്പിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് പിതാവ് മകന്റെ അരികിൽ ചെന്നു. മകനെ വിളിച്ചിട്ട്, അല്ലയോ മകനെ, ഇത്രയും നാൾ നീ പഠിച്ചതിലേക്കും ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യ ഏതാണ് എന്ന് ചോദിച്ചു. ഈശ്വരഭക്തി ഒന്നു മാത്രമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇത് കേട്ടതോടെ ചഞ്ചലചിത്തനായി തീർന്ന ഹിരണ്യകശിപു പ്രഹ്ലാദന്റെ ഗുരുക്കന്മാരോട് കോപിച്ചു. അപ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞു, ഈ ബുദ്ധി ഞങ്ങളുടേതല്ല, ഇത് അവന്റെ സ്വന്തം ബുദ്ധി തന്നെയാണ്, സ്വതസിദ്ധമായിട്ടുള്ളതാണ്, ഇതാരും പഠിപ്പിച്ചതല്ല, അതിൽ നിന്ന് ആർക്കും വ്യതിചലിപ്പിക്കുവാനും സാധ്യമല്ല. അത് മനസ്സിലാക്കിയ ഹിരണ്യകശിപു ഭഗവത് പാദാരവിന്ദങ്ങളെ സർവാത്മനാ ശരണമായി കരുതുന്ന അവനെ വധിക്കുവാനുള്ള മാർഗങ്ങൾ ആലോചിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേധതനയേ ഭവത് ഭക്തിം വര്യാമഭിഗതതി പര്യാകുലധൃതി, ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുത ഭവത്പാദശരണേ. ശ്ലോകം 7. സശൂലൈരാവിദ്ദസ്സു ബഹുമതിതോ ദിഗ്ഗജഗണൈർ മഹാസർപ്പൈദംഷ്ട്രോ അപ്യനശനഗരാഹാരവിദുത, ഗിരീന്ദ്രാവക്ഷിപ്തോ അപ്യഹഃ പരമാത്മന്നയി വിഭോ, ത്വയി നസ്താത്മത്വാദ് കിമപി ന പീഡാമഭജത. സഹ ശൂലൈഃ ആവിദ്ധഃ സുബഹു മദിതഃ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈഃ ദംഷ്ടഃ അപി അനശന ഗരാഹാര വിദുതഃ, ഗിരീന്ദ്ര വക്ഷിപ്തഃ അപി അഹഃ പരമാത്മൻ ഐ വിഭോ, ത്വയി ന്യസ്ത ആത്മത്വാത് കിമപി ന പീഡ അഭജത. ഐ വിഭോ, അല്ലയോ ഭഗവാനെ, സഹ അവനെ, ആ പ്രഹ്ലാദനെ എന്തൊക്കെയാണോ പിന്നെ ചെയ്തു കൂട്ടുന്നത്, കൊല്ലുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. സ്വന്തം പിതാവാണ് മകനെ കൊല്ലുവാനായിട്ട് പരിശ്രമിക്കുന്നത്. അത് ഏതൊക്കെ തരത്തിലാണെന്ന് പറയുകയാണ്. സുബഹു ശൂലൈഹി ആവിദ്ധഃ, തുടരെ വീണ്ടും വീണ്ടും ശൂലങ്ങൾ കൊണ്ട് കുത്തി ഇറക്കുകയാണ്, കുത്തി തുളയ്ക്കുക. ദിഗ്ഗജഗണൈഹി മദിതഃ, വലിയ കൊമ്പനാനകളെ വരുത്തി അതിനെ കൊണ്ട് ചവിട്ടിപ്പിക്കുക. മഹാസർപ്പൈഹി ദംഷ്ടഃ, ക്രൂര സർപ്പങ്ങളെ കൊണ്ട് കടിപ്പിക്കുക. അനശന ഗരാഹാര വിദുതഃ, അനശനം പട്ടിണിക്കിടുക, ഗരാഹാരം വിഷം ചേർത്ത ഭക്ഷണം കൊടുക്കുക. ഗിരീന്ദ്രോ വക്ഷിപ്തഃ അപി, ഗിരീന്ദ്രൻ വലിയ വലിയ പർവ്വതത്തിന്റെ മണ്ടയ്ക്ക് ഒന്ന് ഉരുട്ടി താഴെയിടുക. ഇപ്രകാരം ഒക്കെ ചെയ്തിട്ടും അവന് യാതൊന്നും സംഭവിച്ചില്ല എന്ന് പറയുകയാണ്. ശൂലം കൊണ്ട് കുത്തിത്തുളച്ചിണക്കെയും അവന്റെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഏറ്റില്ല. വിഷസർപ്പങ്ങൾ കടിച്ചിട്ട് അവൻ മരിച്ചില്ല. ആ സർപ്പത്തിന്റെ വിഷം അവൻ ഏറ്റില്ല. ഗജഗണങ്ങളെ കൊണ്ട്, ആനകളെ കൊണ്ട് ചവിട്ടിപ്പിച്ചു, അവൻ മരിച്ചില്ല. പർവ്വതത്തിൽ നിന്ന് ഉരുട്ടി താഴെയിട്ടു, അപ്പോഴും താങ്ങി എടുത്തോണ്ട് പോയി, അങ്ങനെ അവൻ മരിച്ചില്ല. ഇതൊക്കെ ചെയ്തണക്കെയും അവന് യാതൊന്നും സംഭവിച്ചില്ല. കാരണം അവൻ ഇതൊന്നും അറിയുന്നു കൂടിയില്ല. അവന്റെ മനസ്സിൽ അപ്പോഴ് ഭഗവാനെ നാരായണ എന്ന് മാത്രമുള്ള, ഹരേ വിഷ്ണു എന്ന് മാത്രമുള്ള മന്ത്രം മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ഇതൊന്നും അറിഞ്ഞില്ല.
അതാണ് പറയുന്നത് തൊയ് നെസ്ത ആത്മത്വാത്, അങ്ങയിലുള്ള ആ അചഞ്ചലമായ ഭക്തി നിമിത്തം അവന് നിപീഡാം കിമപി, ഈ പീഡകൾ ഒന്നും തന്നെ ന അഭജത, അതൊരു പീഡയായിട്ട് അനുഭവപ്പെട്ടില്ല. അഹഹ, അയ്യോ എന്തൊരു അത്ഭുതമാണിത്, എത്രയും ആശ്ചര്യമായിരിക്കുന്നു. മേൽപ്പത്തൂർ കാണുകയാണിതെല്ലാം. അതാണ് മേൽപ്പത്തൂരിന്റെ മഹത്വം എന്ന് പറയുന്നത്. നാരായണീയം എന്തിനു വേണ്ടിയെങ്കിലും അല്ല നമ്മൾ പഠിക്കേണ്ടത്. മേൽപ്പത്തൂരിനെ പോലെ മേൽപ്പത്തൂർ ഇത് എഴുതുമ്പോൾ മേൽപ്പത്തൂർ ആ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്, അതെല്ലാം കാണുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ശ്ലോകം വരുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതല്ല പലയിടത്ത് വെച്ചും നമുക്ക് മനസ്സിലായിട്ടുണ്ട്, പല ശ്ലോകങ്ങളിലും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ആ സാമീപ്യം അനുഭവിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ഓരോ വരികളും എഴുതുന്നത് എന്ന്. അതാണ് മേൽപ്പത്തൂരിന്റെ ഔഷധമാക്കി തീർത്ത നാരായണീയം. അല്ലാതെ വെറുതെ നാരായണീയം ചൊല്ലിയെന്നും പറഞ്ഞിട്ട് നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പകരം മേൽപ്പത്തൂർ എപ്രകാരമാണോ നാരായണീയം രചിച്ചത്, എപ്രകാരമാണോ അത് ചൊല്ലിയത്, ഭഗവാനോട് നേരിട്ട് സംസാരിക്കുകയാണ്, വഴക്കിടുന്നുണ്ട്, ഭഗവാനോട് പരാതി പറയുന്നുണ്ട്, ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട്. അതെല്ലാം തൊട്ടടുത്ത് തന്റെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയോട് എന്ന പോലെ കാണ മേൽപ്പത്തൂർ ചെയ്യുന്നത്. അതാണ് പറയുന്നത് ആ ഒരു ഭക്തിയാണ് പ്രഹ്ലാദനിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവൻ ഈ പീഡകളൊന്നും ഒരു പീഡയായിട്ട് അനുഭവപ്പെട്ടില്ല. അഹഹ, എന്തോരത്ഭുതം, എന്തോരത്ഭുതമായിരിക്കുന്നു. സ്വന്തം ദൃഷ്ടി കാണുന്നത് പോലെയാണ് ആ മഹത്വം. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. ഈ നാരായണീയം പഠിക്കാൻ എളുപ്പമാകുന്നതും അതാണ്. നാരായണീയത്തിനകത്തോട്ട് നമ്മൾ രചിച്ചു പോകുന്നതിന്റെ കാര്യം അതാണ്. അതിന്റെ അർത്ഥങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കുമ്പോഴേ ഒരു കാരണവശാലും അത് ഒരു ബോറായിട്ട് മാറാത്ത രീതിയിലാണ് തീയെ അങ്ങനെ അങ്ങ് നിറച്ചിരിക്കുന്നത് മേൽപ്പത്തൂർ നാരായണീയത്തിന്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്രകാരമൊക്കെ ചെയ്തിട്ടും അവന് ആ ഒരു പീഡ അനുഭവപ്പെട്ടതായിട്ടേ തോന്നിയില്ല. ആശ്ചര്യം എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സശൂലൈരാവിദ്ദ സുബഹുമതിദോ ദിഗ്ഗജഗണൈർ മഹാസർപ്പൈദംഷ്ടോ അപ്യനശനഗരാഹാരവിദുതാ ഗിരീന്ദ്രാവക്ഷിപ്തോ അപ്യഹ പരമാത്മൻ ഐ വിഭോ ത്വയി നസ്താത്മത്വാത് കിമപി ന പീഡാമഭജത. ശ്ലോകം 8. തദശങ്കാവിഷ്ടഃ സ പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശൈസ്തമരുണ ഗുരോശ്ചാസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേ തത്വം പരമമപി വിജ്ഞാനമശിഷത്. തതഃ ശങ്കാവിഷ്ടഃ സഹ പുനഃ അതിദുഷ്ടഃ അസ്യ ജനകഃ ഗുരു ഉക്ത്യാ തത് ഗേഹേ കില വരുണപാശൈഃ തം അരുണത് ഗുരോഃ ച അസാന്നിധ്യേ സഹ പുനഃ അനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേഃ തത്വം പരമം അപി വിജ്ഞാനം അശിഷത്. അതിദുഷ്ടഃ സഹ, അതിദുഷ്ടനായ അസ്യ ജനകഃ, അവന്റെ അച്ഛൻ, തതഃ ശങ്കാവിഷ്ടഃ, അപ്പോൾ ആകെ ശങ്കിച്ചു പോയി. ഇതെന്താ സംശയത്തിൽ, ഇതെന്തോ ഇത്രയൊക്കെ ചെയ്തണക്കേം ഈ ഒരു കുഞ്ഞിന് ഇതേക്കുന്നില്ല, ഇത്രയും കൊച്ചു ബാലനാണ്, അവന് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവനൊന്നും സംഭവിച്ചില്ല, ഇതെന്തൊരു ആശ്ചര്യമാണ് എന്ന് സംശയിക്കുകയാണ് ചെയ്തത്. പുനഃ, പിന്നീട് ഗുരു ഉക്തിയ, ഗുരുവിന്റെ വാക്കനുസരിച്ചിട്ട് അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യൻ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഗുരുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗുരു ഉക്തിയ, ഗുരുവായ ശുക്രാചാര്യയുടെ അഭിപ്രായം അനുസരിച്ച് തത് ഗേഹേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുണപാശൈഹി, വരുണപാശത്താൽ തം അരുണത് കില, അവനെ അവിടെ കെട്ടിയിട്ടുപോലും. സഹജ, എന്നാൽ അവനാകട്ടെ ഗുരോഹോ അസാന്നിധ്യേ, ഗുരുവിന്റെ അസാന്നിധ്യത്തിൽ, ഗുരു പുറത്തോട്ട് പോയ ആ അവസരത്തിൽ അനുഗാൻ, തന്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന തന്റെ സഹപാഠികളായിട്ടുള്ള മറ്റു കുട്ടികളെ, ദൈത്യതനയാൻ, സഹപാഠികളായിട്ടുള്ള ആ അസുരകുമാരന്മാർക്ക് പുനഃ, വീണ്ടും ഭവദ്ഭക്തേഹേ തത്വം, ആ തത്വബോധത്തെക്കുറിച്ച് അവർക്ക് ആ പരമവിജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. വിജ്ഞാനം അഭി, ആ പരമമായിട്ടുള്ള ആ ബ്രഹ്മജ്ഞാനത്തെ അശിഷത്, ഉപദേശിച്ചു കൊടുത്തു. ആ സമയത്തും അവൻ ചെയ്തത് അതാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭയം ഉണ്ടാകില്ല എന്നാ പറയുന്നത്.
ഭഗവാനിൽ അത്രയും ആസക്തിയുള്ള ഒരു ഭക്തന് അവൻ ആരെയും ഭയക്കുന്നില്ല, ഒന്നിനെയും ഭയക്കുന്നില്ല. അതാണ് ആ ഒരു അവസരത്തിലും അവനൊന്നും മറ്റൊന്നും ചിന്തിക്കാനും ഇല്ല, ഒന്നും അവന് നേടാനും ഇല്ല. ആ ഒരു സമയത്തും ഗുരു അങ്ങോട്ട് പോയ സമയത്ത് കുട്ടികളോട് പറഞ്ഞു വെച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ കേട്ടോളൂ, ഇത് ഭഗവാന്റെ ആ മഹിമ അത്ര വലിയതാണ്. കാരണം കണ്ടില്ലേ, എനിക്ക് ഇത്രയൊക്കെ ചെയ്തനക്ക് എനിക്കൊന്നും പറ്റിയില്ല. ആ ഭഗവാന്റെ കഴിവ് അത്രയാണ്. അങ്ങനെ ഭഗവാന്റെ ആ ആത്മതത്വത്തെ കുറിച്ച്, ആ ബ്രഹ്മതത്വത്തെ കുറിച്ചുള്ള ബോധം, ആ ജ്ഞാനം അവർക്കും കൂടി പകർന്നു കൊടുത്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തദശങ്കാവിഷ്ട പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്യാ തദ്ഗേഹേ കില വരുണപാശൈസ്തമരുണത് ഗുരോശ്ചാസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേ തത്വം പരമമപി വിജ്ഞാനമശിഷ. ശ്ലോകം 9. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വസ്തുതിപരം രുഷാന്തപ്രാഹൈനം കുലഹതകാ ഹസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലം ഇതി ധീരോയമഗതീത്. പിതാ ശൃണ്വൻ ബാലപ്രകരം അഖിലം ത്വത് സ്തുതിപരം രുഷാന്തഃ പ്രാഹൈനം പ്രാഹ ഏനം കുലഹതഃ കസ്തേ ബലം ഇതി കഹ തേ ബലം ഇതി ബലം മേ വൈകുണ്ഠഃ തവ ജഗതാം ച അപി സഹ ബലം സഹ ഏവ ത്രൈലോക്യം സകലം ഇതി ധീരഃ യമഗതീത്. പിതാ ശൃണ്വൻ ബാലപ്രകരം അഖിലം ത്വസ്തുതിപരം. ഇപ്രകാരം പ്രഹ്ലാദൻ മറ്റുള്ള കുട്ടികൾക്കും കൂടെ ഈ ജ്ഞാനോപദേശം കൊടുത്ത് വൃത്തികേടാക്കി എന്നുള്ള കഥ കേട്ടിട്ട് ആ പിതാവ് പ്രഹ്ലാദനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, കുലഹതഹ, എടാ കുലദ്രോഹി, ബാലപ്രകരം അഖിലം സ്തുതിപരം, ഈ ബാലന്മാരെ മറ്റുള്ള ബാലകന്മാരെല്ലാവരും ഭഗവാനെ അങ്ങനെ സ്തുതിക്കുന്നു അവിടെ ഇരുന്ന് എന്ന് പറഞ്ഞു കേട്ടിട്ട് രുഷാന്തഹ, രോഷത്താൽ അന്ധനായി ഏനം അവനെ കുലഹതഹ, എടാ കുലദ്രോഹി, കഹാതേ ബലം, നിനക്ക് എവിടുന്ന് കിട്ടി ഈ ബലം, ആരാണ് നിന്റെ ധൈര്യം, ഇതിപ്രാഹ എന്ന് ഗർജിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ധീരഹായം, ധീരതയോടെ തന്നെ പ്രഹ്ലാദൻ പറയുകയാണ്, മേ ബലം വൈകുണ്ഠഃ, എന്റെ ബലം ആ വൈകുണ്ഠനാഥനാണ്, ആ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്. എന്റെ മാത്രമല്ല തവജ, അങ്ങയുടെയും ജഗതാം ചാഭിസബലം, ഈ ജഗത്തുള്ള സകലത്തിന്റെയും ബലം ആ ഹരിയാണ്. ത്രൈലോക്യം സഹയേവ, ഈ ത്രൈലോക്യം തന്നെ അദ്ദേഹമാണ്. ഇതി സകലം അഗതീത് എന്നിങ്ങനെ ധീരതയോടെ അവൻ മറുപടി പറഞ്ഞു. അപ്പൊ അങ്ങനെ വളരെ കോപിഷ്ഠനായിട്ട് അസുരകുമാരന്മാരെ എല്ലാം ഭഗവസ്തുതി പാഠകന്മാരാക്കി എന്ന് വിവരം അറിഞ്ഞിട്ട് കോപത്താൽ അന്ധനായി തീർന്ന ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ഗർജിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എടാ കുലദ്രോഹി, നിനക്ക് ആരാണ് ബലം? ഇത്രയും ഗർജിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചിട്ട് അതിഭയങ്കരനായ ഹിരണ്യാക്ഷന്റെ ഭാവത്തെയും ഒക്കെ കണ്ടിട്ടും ഈ ചെറിയ കുട്ടിക്ക് ഒരു ഭയവും ഉണ്ടായില്ല. അവൻ ധൈര്യത്തോട് തന്നെ പറഞ്ഞു, എന്റെ ബലം ആ വൈകുണ്ഠപതിയാണ്, ഹരിയാണ് എന്റെ ബലം, എന്റെ മാത്രമല്ല തവജ, അങ്ങയുടേതും മാത്രമല്ല, ഈ ജഗത്തിന്റെ എല്ലാത്തിന്റെയും, ഈ സർവചരാചരങ്ങളുടെയും മാത്രമല്ല, ഈ ത്രൈലോക്യം തന്നെ ആ ഹരിയാണ് എന്ന് ധീരതയോടെ പറഞ്ഞു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വസ്തുതിപരം രുഷാന്തപ്രാഹൈനം കുലഹതഃ കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. 10ാമത്തെ ശ്ലോകം. അരേ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭുന്തേ സ്മസ്തംഭം ചലിതകരവാളോദിതി സുത അത പശ്ചാത് വിഷ്ണു നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. അരേ ക്വാ അസൗ സകല ജഗദാത്മാ അരിഹി ഇതി പ്രഭുന്തേ സ്മസ്തംഭം ചലിതകരവാളോ ദിതിസുതഃ അതഃ പശ്ചാത് വിഷ്ണു നഹി വദിതും ഈശഃ അസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. ദിതിസുതഃ
ആ ദിതിസുതനാകട്ടെ പ്രഹ്ലാദന്റെ വാക്കുകൾ കേട്ടപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, സകല പ്രപഞ്ചത്തിലും ത്രൈലോക്യം തന്നെ ഭഗവാനാണ്, എന്നിലും നിന്നിലും എല്ലാം ആ ഹരിയാണ് എന്നിപ്രകാരം പറഞ്ഞത് കേട്ട് നിയന്ത്രിക്കാനാവാത്ത കോപത്തോടുകൂടി ചലിതകരവാളഹ, സ്വന്തം കയ്യിലുണ്ടായിരുന്ന ആ വാൾ ചലിപ്പിച്ചുകൊണ്ട് ചുഴറ്റി കറക്കിക്കൊണ്ട്, അസൗ സകല ജഗദാത്മാ, എവിടെയവൻ, ഇവിടെയുണ്ടോ, ഇവിടെയുണ്ടോ, എവിടെയാണവൻ, നിന്റെ ആ സകല ജഗത് എല്ലാ ലോകത്തിന്റെ ആത്മാവായിരിക്കുന്ന അവൻ, ആ ഹരിഹി ക്വാ, ആ ഹരി എവിടെയാ വിഷ്ണു, അരേ അസൗ ക്വാ, പറയടാ എവിടെയുണ്ടവൻ, ആ ഹരി എവിടെ, ഇതി സ്തംഭം പ്രബിന്ദേ സ്മ, എന്ന് ചോദിച്ചുകൊണ്ട് ആ കയ്യിലിരുന്ന വാളുകൊണ്ട് തൊട്ടടുത്ത് നിന്നിരുന്ന ആ സ്തംഭത്തിലേക്ക്, ആ തൂണിലേക്ക് ആഞ്ഞൊരു വെട്ടുകൊടുത്തു. അപ്പോൾ പൊടുന്നനെ ഘോരമായ ശബ്ദത്തോടുകൂടി ആ സ്തംഭം പിളർന്ന് അതിനുള്ളിൽ നിന്ന് വരുന്ന ആ രൂപത്തെ കണ്ട് മേൽപ്പത്തൂർ അങ്ങനെ നിന്നുപോയി. മേൽപ്പത്തൂരിന് അനങ്ങാൻ പറ്റാതെ നിന്നുപോയി. മേൽപ്പത്തൂർ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എനിക്ക് കഴിയത്തില്ല, തുടർന്ന് ഇനി എനിക്ക് പറയുവാൻ കഴിയത്തില്ല. അതഹ പശ്ചാത് വിഷ്ണു, അല്ലയോ ഭഗവാനെ വിഷ്ണു, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നത്, അതഹ പശ്ചാത്, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നത് സഹസാവതിതും, എനിക്ക് പറയുവാനുള്ള ശക്തിയില്ല, എനിക്കത് വേഗത്തിൽ പറയുവാൻ കഴിയുന്നില്ല. തുടർന്ന് ഞാൻ ആ കണ്ട കാഴ്ച എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഞാൻ എന്താണ് അവിടെ കണ്ടത്, അതെനിക്ക് പറയാൻ കഴിയുന്നില്ല. നഹി ഈശഹാസ്മി, എനിക്ക് അതിന് ശക്തി പോരാ ഭഗവാനെ, എനിക്ക് പറയുവാനായിട്ട് കുറച്ച് സമയം വേണം. അതിനുള്ള ആ ഒരു ശക്തി എനിക്ക് തന്നാലും. കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മാമൃഢയ, എനിക്ക് എൻ്റെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് എനിക്കത് പറയുവാനുള്ള ആ ഒരു ശക്തി തന്നാലും. ഇപ്പൊ മേൽപ്പത്തൂര് ഈ ഒരു ദശകത്തിൽ മാത്രമാണ് എന്റെ അസുഖത്തെ മാറ്റി തരണമേ എന്ന് പറയാതിരുന്നത്. അത് പറയുവാനുള്ള സുഖം തരണമേ എന്നാണ് പറയുന്നത്. എനിക്കത് പെട്ടെന്ന് പറയുവാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ കണ്ട കാഴ്ച അത്രമാത്രം ഭീകരമാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ആ ഒരു ശക്തി പോരാ. അങ്ങനെയാണ് ബാക്കി പറയാനായിട്ട് അടുത്ത ദശകത്തിലോട്ട് മാറ്റിവെച്ചത് മേൽപ്പത്തൂർ. അങ്ങനെ ഈ ഒരു ശ്ലോകം ഇവിടെ ഞാൻ ബാക്കി ഇത്തിരി കഴിഞ്ഞു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദശകം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മേൽപ്പത്തൂർ. ഹരേ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭൃന്തേ സ്തംഭം ചലിതകരവാളോദിതി സുത അത പശ്ചാത് വിഷ്ണു നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.